ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിലും മെയിൻസ് പേഴ്സ്പെക്റ്റീവിലുമുള്ള കണ്ടന്റുകൾ നമ്മൾ ചൂസ് ചെയ്യും. അതിനുശേഷം ആ ന്യൂസുകളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്നും നോർമലി ഉള്ളതുപോലെ 5 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. സമയം കളയാതെ നമുക്ക് നമ്മളെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഫസ്റ്റ് പേജിലെ താഴെയുള്ള ഒരു ന്യൂസാണ് റിലേറ്റഡ് ടു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ. അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഇപ്പോൾ അവർ ഡിസ്ട്രോയ് ചെയ്തു, അല്ലെങ്കിൽ റെസിഡ്യൂസ് അവിടെ ഉണ്ടായിരുന്നത് അത് ബെറി ചെയ്ത് കളഞ്ഞു. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് ഫസ്റ്റ് പേജിൽ വന്നിട്ടുള്ളത്. സോ എന്താണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1984 ഡിസംബർ 2 വൈകിട്ട് മധ്യപ്രദേശിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പെട്ടെന്നൊരു ഗ്യാസ് ലീക്കിന്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിനാണ് ആദ്യം അത് കിട്ടുന്നത്. പിന്നീട് പതിയെ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയിലെ ഈ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ദ്രാവകം ഭോപ്പാലിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അത് ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്നിരുന്ന 5000-ഓളം ജീവനുകൾ ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ 2 hours or 3 hours 3000-ഓളം ജീവനുകൾ നഷ്ടപ്പെടുകയാണ്. കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെ. നാളെ ജോലിക്ക് പോകാൻ വേണ്ടി ഉറങ്ങിക്കിടന്നിരുന്ന ഒരുപാട് പേരെ, ഏകദേശം 3000-ഓളം പേരെ ഓൺ ദ സ്പോട്ടിൽ അത് കൊല്ലുകയാണ്. തുടർന്ന് ഒഫീഷ്യൽ കണക്ക് പ്രകാരം 5100-ഓളം പേര് അവിടെ മരിച്ചിട്ടുണ്ട്. കൂടാതെ ഡിഫറെന്റ് പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. ജെനറ്റിക്കൽ ആയിട്ടുള്ളത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ലങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹ്യൂജ് ഡിസാസ്റ്റർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്ററുകളിൽ ഒന്നായിരുന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സംഭവിച്ചതെന്നാണ് 1984-ലാണ്. ഈ 84-ന്റെ പ്രത്യേകത എന്താണ്? രാജീവ് ഗാന്ധിയാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ. അതായത് ഇന്ദിരാഗാന്ധിയുടെ വധത്തിനു ശേഷം രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാലഘട്ടങ്ങളാണ് ഈ 83-84 കാലഘട്ടങ്ങൾ. സോ അദ്ദേഹം കയറിയ ഉടനെ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്ന ഒരു ട്രാജഡിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന കമ്പനിയുടെ പേരെന്താണ്? യൂണിയൻ കാർബൈഡ്. ദെൻ അവിടെ യൂസ് ചെയ്തിരുന്ന ഇതിന്റെ ഗ്യാസിന്റെ പേരെന്തായിരുന്നു? മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ആയിരുന്നു, MIC. ഇത് അളവിൽ കൂടുതൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? കാരണം ലോക്കൽ റൂൾസ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള റൂൾസുകളൊന്നും അവിടെ ആരും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നില്ല, റിലേറ്റഡ് ടു അങ്ങനെ ഒരു കാര്യങ്ങളും അവർ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ കൃത്യമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഓണേഴ്സിന്റെ ഭാഗത്തു നിന്ന്, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അപകടം ഇന്ത്യയിൽ ഉണ്ടായത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. സോ ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്? മനുഷ്യനുണ്ടാക്കി, മനുഷ്യന് തടയാൻ പറ്റുമായിരുന്ന, എങ്കിൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഡിസാസ്റ്റർ ആണ്. അന്ന് ഗവൺമെന്റ് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു അതിനെതിരെ, മനസ്സിലായോ? എങ്കിലും പല ക്രിറ്റിസിസംസും ഉണ്ടായി. എന്താ ഗവൺമെന്റ് ചെയ്തത്? ഗവൺമെന്റ് ഈ കമ്പനിക്കെതിരെ കേസിന് പോയി. ഈ 5000-ഓളം ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഗവൺമെന്റ് ഈ കമ്പനിക്കെതിരെ, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കേസിന് പോവുകയാണ്. അവരാവശ്യപ്പെട്ട തുക എത്രയാണെന്ന് അറിയാവൂ? $470 മില്യൺ മാത്രമാണ്. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും ഗവൺമെന്റ് ആവശ്യപ്പെട്ടൊരു തുക വളരെ ചെറിയൊരു തുക. അതായത് നമ്മളുടെ കണക്കിൽ $470 എന്ന് പറഞ്ഞ ക്രോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരിക്കാം. പക്ഷേ ഈ 5000 ജനങ്ങളുടെ കാര്യം ഒന്ന് എടുത്ത് ആലോചിച്ച് നോക്കി. സോ വളരെ ചെറിയൊരു തുകയ്ക്ക് ഈ കേസ് സെറ്റിൽമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പാടിലേക്ക് പോകും. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും വളരെ ക്രിറ്റിസിസം നേരിട്ടൊരു സംഭവമാണ്. സമയം നമ്മൾ ഓർക്കണം, 1984-ആണ്. നമ്മൾ ഈ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ പോലെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് എൻവിറോൺമെന്റ്,
അവര് അതിന് തക്കതായ പേയ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാണ് 1992 കാലങ്ങളോട് കൂടിയിട്ടാണ്. സോ അങ്ങനെ ഒരു നിയമങ്ങളും നിലവിലില്ലാതിരുന്ന കാലത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ട്രാജഡി സംഭവിക്കുന്നത്. മനസ്സിലായോ? സോ ഈ ട്രാജഡിയുടെ ഹിസ്റ്ററി നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ ഹിസ്റ്ററിയുടെ കാരണം? അതൊരു ഹ്യൂമൻ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. മനസ്സിലായോ? മനുഷ്യൻ വിചാരിച്ചിരുന്നെങ്കിൽ തടയാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി ഒരുപക്ഷെ ലോസ് കംപ്ലൈസ് ചെയ്തിരുന്നെങ്കിൽ തടയാൻ പറ്റുമായിരുന്ന ഒരു ഡിസാസ്റ്റർ ആണ് നമ്മളുടെ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് ഗവൺമെന്റ് ചെയ്തത്? ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുത്തു അത് കണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അവിടത്തെയുള്ള ഇവാക്യുവേഷൻ പ്രോസസ്സ്. അതിനുശേഷം നമ്മൾ കേസിന് പോയി. ലീഗൽ ആക്ഷനിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 470 കോടി രൂപ മാത്രമാണ് നമ്മൾ ക്ലെയിം ചെയ്തത്. മനസ്സിലായോ? അത് കോടി ഡോളറിലാണ് കേട്ടോ പറയുന്നത്. 470 കോടി ഡോളർ മാത്രമാണ് നമ്മൾ ക്ലെയിം ചെയ്തത്. അത് വളരെ തുച്ഛമായൊരു തുകയായി മാറി. എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ടതിന്റെ ഇമ്പാക്റ്റ് എന്തുണ്ടായി? ഈ മോണോ MIC എന്ന് പറയുന്ന സാധനം സ്പ്രെഡ് ചെയ്തതിന് ശേഷം, ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായതിന് ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങൾ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലോ പഠിക്കും. ഏതാണത്? എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ലോ. അതെന്നാണ് പാസ് ചെയ്തത് എന്ന് ഓർക്കുന്നുണ്ടോ? 1986 ഈ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ലോ പാസ്സാവുന്നത്. എന്തുകൊണ്ടാണ് അത് 1986 പാസ്സാവുന്നത്? അതിന് മുൻപേ ഒന്നും ഇപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിൽ 1972 പാസ്സാവുന്നത്. സോ ആ ഒരു ടൈമിൽ പാസ്സാവേണ്ട ഈ 1986 പാസ്സാവാനായിട്ടുള്ള കാരണം, അതിന്റെ കാരണം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ഒരു എഫക്റ്റ് എന്നോളം അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ട് വന്ന ഒരു റെഗുലേഷൻ ആണ് 1986 എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഹിസ്റ്ററി പഠിച്ചോ നമ്മൾ? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് വന്നത്, പിന്നീട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അവര്? ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഡിഫറെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടെക്നിക്കൽ. അതായത് ഒരു കെമിക്കൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കെമിക്കൽ ഡിസാസ്റ്റർ ഒരു സ്ഥലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. എങ്ങനെയാണ് അത് കണ്ടാമിനേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ സീയിൽ ഉണ്ടാകുന്ന ഓയിൽ സ്പില്ല് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡിംഗ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡേർഡിംഗ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ പ്രത്യേകമായിട്ടുള്ള ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്രം വരുന്നത്. മനസ്സിലായോ? സോ ഇന്നത്തെ പത്രത്തില് നമ്മൾ ഈ യൂണിയൻ കാർബൈഡിന്റെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു വാർത്തയുണ്ട്, ഒരു ഡിസാസ്റ്ററിന്റെ വാർത്തയുണ്ട്. ഏതാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദില് ഒരു സ്ഥലത്ത് തീ പിടിക്കുകയും എക്സ്പ്ലോഷൻ സംഭവിക്കുകയും ചെയ്തതിനു ശേഷം 17 പേര് മരിക്കുകയാണ്. ഒരുപാട് പേര്, 20ഓളം പേര് ഗുരുതരാവസ്ഥയിലുണ്ട് എന്ന് കൂടിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററുകൾ സംഭവിക്കുമ്പോൾ എന്തായിരിക്കണം ഒരു സിവിൽ സർവന്റിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം? എന്താണ്? സ്റ്റേറ്റ് അതിനെ കൃത്യമായിട്ട് ഇടപെടാനായിട്ടുള്ളൊരു കാര്യം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ എഫക്റ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കി. രണ്ടാമത്തെ കാര്യം എന്താണ്? ഫാക്ടറീസ് ആക്ട് അമെൻഡ് ചെയ്തു. ഫാക്ടറീസ് ആക്ടിൽ കുറച്ചും കൂടി സേഫ്റ്റി പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ലയബിലിറ്റി ഇൻഷുറൻസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991 ഇംപ്ലിമെന്റ് ചെയ്തു. ഇത് കൂടാണ്ട് ഡിഫറെന്റ് ആക്ടുകൾ പിന്നീട് വരുന്നുണ്ട്. ഇപ്പൊ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനുശേഷം വരുന്ന എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷന്റെ ഡിഫറെന്റ് ആസ്പെക്റ്റുകൾ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് ചെലുത്താനായിട്ട് സാധിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ്. നമുക്ക് ഇനി സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. ദ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആന്റി ഡിഫെക്ഷൻ ലോ. സോ ഇതൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസ് ആണ്. പക്ഷേ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. മലയാളത്തിൽ എന്താ പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് മാറാൻ പാടില്ല. അതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്, ആൻഡ് ഡിഫെക്ഷൻ എന്ന് പറയുന്നത്.
സോ ഡിഫെക്ഷൻ ചെയ്യാതിരിക്കുന്നതിനുള്ള ആന്റി ഡിഫെക്ഷൻ ലോയെ സംബന്ധിച്ചുള്ള ഒരു കമന്റ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇതിന്റെ ചരിത്രം? അതായത് നമുക്ക് കേരളത്തിന്റെ എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തിലും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ കൂറുമാറും. ഇപ്പോ സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഒരാള് സി പി എമ്മിന്റെ ടിക്കറ്റിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ച ഒരാള് വേണമെങ്കിൽ ചിലപ്പോ ഭരണപക്ഷത്ത് എത്തിയതിനു ശേഷം മറ്റൊരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് മാറാം. അങ്ങനെ മാറുന്നതിനെ തടയുന്ന നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, ഒന്നുമില്ല. ഈ ലോ ഇംപ്ലിമെന്റ് ചെയ്തത് 1985-ലാണ് എന്നാണ്. 1985 അത് ഏത് അമെന്റ്മെന്റിലൂടെയാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തിട്ടാണ് ഈ പെർട്ടിക്കുലർ ലോ ഇംപ്ലിമെന്റ് ചെയ്തത്. മനസ്സിലായോ? അത് ഏത് അമെന്റ്മെന്റിലൂടെയാണ്? 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെയാണ് ഈ നിയമം പാസ്സാക്കിയത്. സോ ആക്ച്വലി ഇതിനെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പോപ്പുലർലി പറയുമെങ്കിലും 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. സോ എന്താണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം? എന്താണ് ഇതിന്റെ ഹിസ്റ്ററി? നമുക്ക് 1947 പോകാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം. ഹിസ്റ്ററി പഠിപ്പിക്കാണ്ട് ഒരു ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകില്ല. എങ്ങനെയാണ് ഇതെല്ലാം വന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 1947 നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നെഹ്റു ഒരു 20 വർഷത്തോളം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് വാണു. 20 അല്ല, 14 വർഷത്തോളം, 1947 മുതൽ 1963 കാലഘട്ടങ്ങളിൽ വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടർന്നു. അപ്പോ എന്തായിരുന്നു? എല്ലായിടത്തും കോൺഗ്രസ് മന്ത്രിസഭകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാജ്യസഭയിലും ലോകസഭയിലും ആണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അതിപ്രസരമായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയായിരുന്നു? കോൺഗ്രസ് ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സാധാരണ പാർട്ടിക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ സി പി എമ്മിന്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ജനതാ പാർട്ടി, അന്നത്തെ ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞ രാജഗോപാൽ ആചാര്യയുടെ പാർട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഒന്നും എണ്ണം ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ എലക്ടഡ് റെപ്രസെന്റേറ്റീവില് കുറവായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? വലിയ പ്രശ്നങ്ങളില്ല. മനസ്സിലായോ? 1964-65 കാലഘട്ടത്തിന് ശേഷം എന്ത് പറ്റി? ചെറിയ പാർട്ടികളുടെ റെപ്രസെന്റേഷൻ കൂടാനായിട്ട് തുടങ്ങി. ഇൻഡിവിജ്വൽ സ്റ്റേറ്റുകളിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ഇൻഡിവിജ്വൽ പാർട്ടികളുടെ റെപ്രസെന്റേഷൻ കൂടാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. മനസ്സിലായോ? ആ സമയത്ത് പല ആളുകളും പല പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടിയിട്ടും പേഴ്സണൽ ഗെയിൻസിന് വേണ്ടിയിട്ടും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? 1965, 66, 67 കാലഘട്ടങ്ങളിലൊക്കെ ഇത് സംഭവിച്ചു. കുതിര കച്ചവടങ്ങൾ തന്നെ സംഭവിച്ചു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. സോ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സെന്റർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, അസ്യൂം ദാറ്റ് സെന്റർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളം ഭരിക്കുന്നത് ആരാണ്? സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. 1960 കാലഘട്ടങ്ങളാണെന്ന് വിചാരിക്കാം. സെന്ററിന്റെ ഗവൺമെന്റ് പറയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ കോൺഗ്രസിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഒരു 10 MLA-മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 100 കോടി വെച്ച് തരാം, അല്ലെങ്കിൽ ഓരോരുത്തർക്കും 10 കോടി വെച്ച് തരാം. പോട്ടെ, ഓരോരുത്തർക്കും 10 കോടി വെച്ച് എല്ലാവർക്കും കൂടി ഒരു 100 കോടി തരാം. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മാറി 10 കോടി വാങ്ങിച്ചു. മനസ്സിലായോ? ഇതിനെ തടയാനായിട്ട് ആ സമയത്ത് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. ആ സമയത്ത് പെർട്ടിക്കുലർലി നിയമങ്ങളൊന്നുമില്ല. സോ ഇങ്ങനെ വന്നപ്പോൾ അൺസ്റ്റേബിൾ ഗവൺമെന്റ് ആയി തുടങ്ങി ഓരോ സ്ഥലങ്ങളിലും. അതായത് ചില ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ അൺസ്റ്റേബിൾ ഗവൺമെന്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. ഒരു ഗവൺമെന്റിന്റെ കാലാവധി 5 വർഷമാണ്. പക്ഷേ ഒരു ഗവൺമെന്റിനും 5 വർഷം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോ ഒരു സ്പെഷ്യൽ അമെന്റ്മെന്റിലൂടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ 1985 കാലഘട്ടങ്ങളിൽ നമ്മൾ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്ന ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ നമ്മൾ നമ്മളുടെ ആന്റി ഡിഫെക്ഷൻ ലോ ഇംപ്ലിമെന്റ് ചെയ്തു. എങ്ങനെയാണ് ആന്റി ഡിഫെക്ഷൻ ലോ വർക്ക് ചെയ്യുന്നത്? 3 തരത്തിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ വർക്ക് ചെയ്യുന്നത്. അറിയാൻ പാടില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? 3 തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്.
ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്, അതായത് ഓൾറെഡി ഒരു പാർട്ടിയിൽ നിന്ന് ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്. അവര് ആ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് ഡിഫെക്ഷൻ ലോയുടെ പരിധിയിൽ വരും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ CPM-ന്റെ ഒരു MLA ആയിരുന്നു. മനസ്സിലായോ? എന്റെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ CPM-ൽ നിന്ന് റിസൈൻ ചെയ്തു. എന്നിട്ട് വേറൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയോ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും? ഇല്ല. അപ്പോ ആന്റി ഡിഫെക്ഷൻ ലോയില് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ആവും. മറ്റൊരു കാര്യം എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ CPM-ന്റെ MLA ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ സഭയിൽ പോയി, കേരള ലെജിസ്ലേറ്റീവിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു CPM-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു MP ആയിട്ട് ലോകസഭയിൽ പോയി. പക്ഷേ CPM-ഓ കോൺഗ്രസോ പറയുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ സമ്മതിക്കുന്നില്ല. അതായത് വോട്ട് ചെയ്യുമ്പോൾ CPM വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് വോട്ട് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഞാൻ അവിടെ ഒരു ഡിസെന്റ് കാണിക്കുകയാണ്. അതായത് പാർട്ടിക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ CPM-നെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോഴും ആന്റി ഡിഫെക്ഷൻ ലോ വരും. മനസ്സിലായോ? ആന്റി ഡിഫെക്ഷൻ ലോയുടെ അണ്ടറിൽ ആ ഒരു ജനപ്രതിനിധി ഡിസ്ക്വാളിഫൈ ആകും. മൂന്നാമത്തെ കേസ് ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാള് രജിസ്റ്റർ ചെയ്യുകയാണ്. മനസ്സിലായോ? ഒരു ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ട് ഒരാൾ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ട് വരുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഒരു പാർട്ടിയിലും അംഗമല്ലാതെ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ലോകസഭയിലേക്കോ ജയിക്കുന്നതെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുക. സ്വതന്ത്രനായിട്ട് ഒരാൾ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ജനങ്ങൾ അയാളെ തിരഞ്ഞെടുത്തത് അയാൾ സ്വതന്ത്രനായത് കൊണ്ടാണ്. മനസ്സിലായോ? വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് അയാൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിഫെക്ഷൻ അടിക്കും. അവിടെ ഡിഫെക്ഷന്റെ പേര് എഴുതി കൊടുക്കും. ആന്റി ഡിഫെക്ഷൻ ലോയുടെ അണ്ടറിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. മനസ്സിലായോ? ഇങ്ങനെ 3 കാര്യം. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സ് എവിടെയാ വരിക? രാജ്യസഭയിലാണ്. ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കിയേ. ഒരു എക്സാമ്പിൾ ഉണ്ട്. കഴിഞ്ഞ രാജ്യസഭ MP ആയിട്ടുള്ള ഒരു പ്രമുഖ സിനിമാ നടനുണ്ട്, സുരേഷ് ഗോപി. അന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഏത്? ഈ വർഷമല്ല പറയുന്നത്, കഴിഞ്ഞ രാജ്യസഭ ടേമിൽ അദ്ദേഹം MP ആയിരുന്നു. എവിടത്തെ? രാജ്യസഭയിലെ MP ആയിരുന്നു. നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എത്ര മാസം വരെ? 6 മാസം വരെ. അദ്ദേഹം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം 6 മാസം കഴിഞ്ഞ് ഒരു ദിവസമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ആന്റി ഡിഫെക്ഷൻ ലോ വരും. മനസ്സിലായോ? സോ എന്തൊക്കെ കാരണങ്ങളിലാണ്? ഒന്നാമത്തെ കാരണം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലേബലിൽ ജോയിൻ ചെയ്ത ഒരാള് വോളണ്ടറിലി ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ മെമ്പർഷിപ്പ് വോളണ്ടറിലി ഗീവ് അപ്പ് ചെയ്യാണ്, റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ മെമ്പർഷിപ്പ് റിസൈൻ ചെയ്യാണ്. ഇപ്പൊ ഞാൻ CPM പാർട്ടിയുടെ മെമ്പർ ആയിരുന്നു, ഞാൻ CPM പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യാണ്, എന്റെ മെമ്പർഷിപ്പ് ഞാൻ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് സംഭവിക്കും? ആന്റി ഡിഫെക്ഷൻ ലോ അടിച്ചു കിട്ടും. ദെൻ വയലേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. പാർട്ടി പറഞ്ഞു ഡിമോണറ്റൈസേഷന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്, സോ അതിനെ പ്രതികൂലിച്ച് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതിനൊക്കെ എക്സാമ്പിൾ ഞാൻ പറയാം. ദെൻ ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സിന്റെ കേസസിൽ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി, ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് CPM കുറച്ചും കൂടി നന്നായിട്ട് തോന്നി, അല്ലെങ്കിൽ കോൺഗ്രസ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി, BJP കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ വരുമ്പോഴും ആന്റി ഡിഫെക്ഷൻ അടിച്ചു കിട്ടും. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ കേസസിലാണെങ്കിലോ 6 മാസം വരെ അവർക്ക് കാലാവധി ഉണ്ട്. 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിഫെക്ഷൻ അടിച്ചു കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് 4 ഇമ്പോർട്ടന്റ് കേസുകൾ വരുന്നത്. ദെൻ ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ അടുത്ത് കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അവിടുത്തെ മുൻ MLA ആയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? നമ്മളുടെ അൻവർക്ക് ആയിരുന്നു. സോ അൻവർക്ക് എന്ത് ചെയ്തു? PV അൻവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിരുന്നു. ഡയറക്ട്ലി പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നില്ല. അദ്ദേഹം ഒരു LDFന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആളാണ്. സോ LDF ഈ മുന്നണിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആളാണ് നമ്മളുടെ PV അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ അദ്ദേഹം LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ CPMുമായിട്ട് അല്ലെങ്കിൽ LDFുമായിട്ട് അദ്ദേഹം തെറ്റി. അദ്ദേഹം തെറ്റിയിട്ട് LDFിൽ നിന്ന് രാജിവെച്ചു. അല്ലെങ്കിൽ എന്താ സംഭവിച്ചേ? LDF അൻവറിനെ പുറത്താക്കി. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പുറത്താക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ആന്റി ഡിഫെക്ഷൻ ലോ വരും. മനസ്സിലായോ? കാരണം വോളണ്ടറിലി അദ്ദേഹം ഗീവ് അപ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം: വോളണ്ടറി ഗീവ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്താക്കാം. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അദ്ദേഹം LDF എന്ന് പറയുന്ന മുന്നണിയിൽ നിന്ന് മാറി. മനസ്സിലായോ? ഇപ്പൊ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ആന്റി ഡിഫെക്ഷൻ ലോ വരും. ആ ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നതിന് മുൻപേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. മനസ്സിലായോ? MLA സ്ഥാനം രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആന്റി ഡിഫെക്ഷൻ ലോ അവിടെ വരും. കാരണം അദ്ദേഹം മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരാള് അതിൽ നിന്ന് മെമ്പർഷിപ്പ് ഗീവ് അപ്പ് ചെയ്തു. മനസ്സിലായോ? വയലേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. മനസ്സിലായോ? അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഈ അൻവർ MLA PV അൻവർ നമ്മളുടെ CPMന്റെ LDFന്റെ മുന്നണിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു നിയമം നിയമസഭയിൽ പാസ്സാക്കുകയാണ്. അദ്ദേഹം അതിനെ എതിർത്ത് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴും അദ്ദേഹം ആന്റി ഡിഫെക്ഷൻ ലോയ്ക്ക് അണ്ടറിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും. മനസ്സിലായോ? ദെൻ ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സിന്റെ കേസ്. ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സിന്റെ കേസ് എന്താണ്? ഏതൊരാളും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് മറ്റൊരു പാർട്ടിയിലും അംഗമല്ലാത്തത് കൊണ്ടായിരിക്കാം. മനസ്സിലായോ? സോ അത് ആ 5 വർഷത്തേക്ക് അദ്ദേഹം പൂർണ്ണമായി നിലനിർത്തേണ്ടതുണ്ട്. അതാണ് ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സിന്റെ കേസ് പറയുന്നത്. ദെൻ നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ കേസ്. നോമിനേറ്റഡ് മെമ്പേഴ്സിന് എന്താണ്? 6 മാസം വരെ അവർക്ക് കാലാവധി കൊടുത്തിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാം. എക്സ്പയറി ഓഫ് 6 മന്ത്സ് എക്സ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എവിടെയാണോ നിന്നത്, ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ടാണ് നിന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ ഈ 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. സുരേഷ് ഗോപിയുടെ കേസ് എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അൻവറിന്റെ കേസിൽ എന്ത് സംഭവിച്ചാനെ? അദ്ദേഹത്തിന് ഡിഫെക്ഷൻ വന്നാനേ. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ബുദ്ധിപൂർവ്വം കളിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജിവെക്കുകയാണ്, ജനങ്ങൾ എന്നെ ഒന്നും കൂടി വേണമെങ്കിൽ തെരഞ്ഞെടുക്കട്ടെ, നിലമ്പൂരിൽ നിന്ന് ഞാൻ തിരുവനന്തപുരം വരെ നടന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും, അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? സോ ഡിസ്ക്വാളിഫൈ ആവുന്നതിന് മുന്നേ അൻവർ എന്ത് ചെയ്തു? PV അൻവർ എന്ത് ചെയ്തു? PV അൻവർ രാജിവെച്ചു. അതുകൊണ്ടാണ് അവിടെ ഡിഫെക്ഷൻ വരാതിരുന്നത്. മനസ്സിലായോ? സോ ഇതിന്റെ എക്സെപ്ഷനുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ എക്സെപ്ഷനുകൾ എന്തെങ്കിലും ഉണ്ടോ? എക്സെപ്ഷനുകൾ ഉണ്ട്. എക്സെപ്ഷൻ ഇല്ലാത്ത കേസുകളൊന്നുമില്ല. എക്സെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേസുകളാണ് പ്രധാനമായിട്ടും എക്സെപ്ഷൻ വരുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് മാറാം. അതായത് മെർജറിന്റെ സമയത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിഘടിക്കുന്നു. അതായത് CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി 2ആയിട്ട് വിഭജിക്കുകയാണ്. CPIMും CPIയും ആയിട്ട് വിഭജിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു വിഭജനം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ആന്റി ഡിഫെക്ഷൻ ലോ പ്രവർത്തിക്കില്ല. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഡിഫെക്ഷൻ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു CPMന്റെ മെമ്പർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഈ ഡിഫെക്ഷൻ ഈ മെർജർ സംഭവിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഡിവിഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഞാൻ പറയും, ഞാൻ ഈ 2 പാർട്ടിയിലും ജോയിൻ ചെയ്യുന്നില്ല, എനിക്ക് മടുത്തു, ഞാനൊരു ഇൻഡിപെൻഡന്റ് ആളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ഡിഫെക്ഷൻ ആപ്ലിക്കബിൾ ആകില്ല. മനസ്സിലായോ? ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാലും ആപ്ലിക്കബിൾ ആകില്ല. വേറെ ഈ 2 പാർട്ടിയിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആപ്ലിക്കബിൾ ആവില്ല. കാരണം അത് ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റ് ആണ്. മനസ്സിലായോ? അല്ലാണ്ട് കുതിര കച്ചവടമല്ല. രണ്ടാമത്തെ കാര്യം സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പാണ്. അതായത് സ്പീക്കറിനെ തെരഞ്ഞെടുക്കുമ്പോൾ ചില രാജ്യങ്ങളിൽ ഈ സ്പീക്കർ ആണല്ലോ സഭയെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമായിട്ട് മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. സോ UK ഒരു ട്രെൻഡ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്ന ആള് സഭയുടെ നാഥനായിട്ട് തെരഞ്ഞെടുക്കുകയാണ് അദ്ദേഹത്തെ. സോ അദ്ദേഹം ന്യൂട്രലി ഫിറ്റ് ചെയ്യേണ്ട ഒരു പോസ്റ്റാണ്, അല്ലെങ്കിൽ ചെയറാണ് ഈ സ്പീക്കറുടെ സ്ഥാനം എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഇരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യും. സോ അങ്ങനെ ഒരു ട്രെൻഡും അങ്ങനെ ഒരു ക്ലോസും എക്സെപ്ഷൻ ആയിട്ട് ഇന്ത്യയിലുണ്ട്. അതായത് സ്പീക്കർ ആയിട്ടിരിക്കുന്ന കേരളത്തിന്റെ സ്പീക്കർ ആരാണ്? ഇപ്പോ
നമ്മളുടെ ഷംസീറാണ് നമ്മളുടെ സ്പീക്കർ ആയിട്ടിരിക്കുന്നത്, കേരള നിയമസഭയുടെ സ്പീക്കർ ഷംസീർ. സോ ഷംസീർ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വന്ന ആളാണ്. സോ അദ്ദേഹം സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പാർട്ടിയുടെ അംഗത്വം രാജിവെക്കാം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? കാരണം ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ, പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഈക്വലി റെസ്പോൺസിബിൾ ആയിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം. ഇന്ത്യയിൽ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ UK-യിൽ, ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. സ്പീക്കർ ആവുന്ന ആള് ഏതാണോ പാർട്ടി അത് രാജിവെക്കും. സോ അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിഫെക്ഷന്റെ അണ്ടറിൽ വരുമോ? ഇല്ല. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അണ്ടറിൽ അത് വരില്ല. ഇങ്ങനെ 2 എക്സെപ്ഷനുകളാണ് ഇതിലുള്ളത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇതാര് പറയും ഇത് ആന്റി ഡിഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇത് ആന്റി ഡിഫെക്ഷൻ അല്ല, നിങ്ങൾ പാവമാണ് കേട്ടോ, നിങ്ങൾ മെർജറാണ് ചെയ്തത്, ഇതാര് പറയും? പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ലോക്സഭ ഓർ രാജ്യസഭ ഇൻ സ്പെസിഫിക് ടു ദ സ്റ്റേറ്റ് അസംബ്ലിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരായിരിക്കും? അത് സ്പീക്കറാണ്. സോ ആന്റി ഡിഫെക്ഷൻ ലോയിൽ പരമാധികാരമാർക്കാണ്? സ്പീക്കറാണ്. അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണോ, ഇത് ഡിഫെക്ഷൻ പ്രോസസ്സിന്റെ അണ്ടറിൽ വരുമോ അല്ലെങ്കിൽ അണ്ടറിൽ വരില്ലയോ എന്നതുള്ളതിന്റെ അവസാന വാക്കാരാണ്? സ്പീക്കറാണ്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. രാജ്യസഭയുടെ കേസിൽ ആരാണ്? ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, ഹു ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലായോ? അതുകൊണ്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ കേസിലാണെങ്കിൽ ചെയർമാൻ ഓഫ് ദ രാജ്യസഭയാണ്, അതായത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ലോക്സഭയുടെ കാര്യത്തിൽ സ്പീക്കറാണ്. നിയമസഭയുടെ കാര്യത്തിലാണ് സ്പീക്കർ തന്നെയാണ്. സോ കേരള നിയമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഡിഫെക്ഷന്റെ അവസാന തീരുമാനം ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും. AM ഷംസീർ പറയും, എന്ത് പറയും? മോനെ PV അൻവറെ, ഇത് ഡിഫെക്ഷൻ ഉള്ള പരിപാടിയാണ്, അപ്പൊ ഞാൻ നിന്നെ ഡിസ്ക്വാളിഫൈ ആക്കുകയാണ്, അങ്ങനെ പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ PV അൻവർ ഒരു വോട്ട് എതിരായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പറയാം, ഇത് ഡിഫെക്ഷൻ ഉള്ള തീരുമാനമാണ്, ഇത് ഡിഫെക്ഷൻ ലോയിൽ അണ്ടറിൽ വരുന്നതാണ്, ഞാൻ നിങ്ങളെ ഡിഫെക്ട് ചെയ്യുകയാണ്, നിങ്ങളെ പുറത്താക്കുകയാണ്, ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? കൂടുതൽ ഡിഫെക്ഷനുകൾ, അതായത് ഇൻഡിവിജ്വൽ ഡിഫെക്ഷനുകൾ ഒഴിവാക്കാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നോ? ഇങ്ങനെ ആന്റി ഡിഫെക്ഷൻ ലോ വന്നതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചോ? ഇല്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചില്ല. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര നിയമസഭയിലുള്ള കുതിര കച്ചവടമാണ്. ഇത് ഒരു ലൂപ്പ് ഹോൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഒരു എക്സെപ്ഷൻ പറഞ്ഞത്. എന്താണ്? മെർജറിന്റെ കേസ് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ 2 എക്സെപ്ഷനുകൾ ഏതായിരുന്നു? ഒന്ന് മെർജറും, 2 നമ്മളുടെ ചെയർമാൻ അല്ലെങ്കിൽ നമ്മളുടെ സ്പീക്കർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി വിടാന്നുള്ളത്. ഇതിൽ മെർജർ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. അതായത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 2 പാർട്ടികൾ ഒന്നിച്ച് ചേരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ മെർജർ ഉണ്ടാവുകയാണ്. 2 പാർട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. മനസ്സിലായോ? സോ ഇപ്പോ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു 10 നേതാക്കള് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്, ഞങ്ങൾ മറ്റൊരു പാർട്ടിയിൽ ലയിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു മെർജർ രൂപീകരിച്ചില്ലേ? സോ അങ്ങനെ ആക്ച്വലി പറ്റില്ല. 2/3 മെജോറിറ്റി വേണം എന്നുള്ളൊരു ക്ലോസ് കൂടി ഇതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പറയുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യാം. സോ മെർജർ ഈസ് ആൻ എക്സെപ്ഷൻ. മനസ്സിലായോ? പല കേസുകളും നടക്കുന്നത് ഈ മെർജർ എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴും പ്രശ്നം. ഇപ്പൊ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞാലും അതിനുശേഷം അതിന് മുൻപേ വന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈവൻ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ കോൺഗ്രസ് MLA-മാരെയൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ MLA-മാരെയൊക്കെ ചിലപ്പോഴും ഒരു റിസോർട്ടിൽ അടച്ചു വെക്കും. മനസ്സിലായി? ഇവർ കൂറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 MLA-മാരെ ഒപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2/3 മെജോറിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മെർജർ ആണെന്ന് പറഞ്ഞിട്ട് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാം. ഒരു പ്രമുഖ പാർട്ടി കേരളത്തിൽ പറഞ്ഞത് 40 പേരെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ ഇവിടെ ഒരു നിയമസഭ ഉണ്ടാക്കും. അതായത് മെജോറിറ്റി എത്രയാണ് കേരളത്തിൽ? 71ആണ്. 141ന്റെ പകുതി, അതായത് 140ന്റെ പകുതി എന്ന് പറയുമ്പോൾ 70 പ്ലസ് 1 71 പേര് ഉണ്ടെങ്കിലാണ് കേരള നിയമസഭയിൽ മെജോറിറ്റി ഉണ്ടാക്കാൻ സംഭവിക്കുക. പക്ഷേ ഒരു പ്രമുഖ പാർട്ടി പറഞ്ഞു,
40 പേരുണ്ടെങ്കിൽ പ്രമുഖ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു 40 പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കും. സോ അതെങ്ങനെ സംഭവിക്കും? അത് ഈ മെർജർ പ്രോസസ്സിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ ഒരു ലൂപ്പ് ഹോള് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആർക്കൊക്കെയാണ് വോളണ്ടറി മെമ്പർഷിപ്പ് ഇത് റിസൈൻ ചെയ്യുന്നവർക്കുണ്ട്, ഡിഫെക്ഷൻ ലോ വരും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മെമ്പർ ആയിട്ടുള്ളവർക്ക് വരും, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് വരും. നോമിനേറ്റഡ് മെമ്പർ ആണെങ്കിൽ വരും. എത്ര മാസം വരെ വരില്ല? 6 മാസത്തിന് ശേഷമായിരിക്കും വരുന്നത്. എന്ത്? ആന്റി ഡിഫെക്ഷൻ ലോ ഡിസ്ക്വാളിഫൈ ആകുന്നത്. മനസ്സിലായോ? ഇനി ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? നമ്മുടെ സ്പീക്കറാണ്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറാണ്. സോ പ്രിസൈഡിംഗ് ഓഫീസർ ആണോ ഇതിന്റെ അവസാന വാക്ക്? കോടതിക്ക് ഇതിൽ ഇടപെടാനായിട്ട് സാധിക്കുമോ? കോടതിക്ക് ഈ ഡിഫെക്ഷൻ ലോവിൽ എന്തെങ്കിലും കമന്റ് പറയാനായിട്ടോ അല്ലെങ്കിൽ ഡിഫെക്ഷൻ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? കോടതിക്ക് സാധിക്കും. ഈവൺ നമ്മളുടെ സ്പീക്കറാണ് അവസാന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫേമസ് ജഡ്ജ്മെന്റ് ഓഫ് കൊഹോത്തൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി വിധിച്ചത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഇതിൽ കമന്റ് പറയാം. അതായത് ഒരു ഡിഫെക്ഷൻ കേസ് പരിഗണിക്കുന്ന സമയത്ത് സ്പീക്കർ ഒരു ട്രിബ്യൂണൽ ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ട്രിബ്യൂണലിന്റെ എല്ലാ ജഡ്ജ്മെന്റുകളും അപ്പീലിന് വിധേയമാണ്. വിച്ച് മീൻസ് ട്രിബ്യൂണലിന്റെ എല്ലാ ജഡ്ജ്മെന്റുകളും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ കേസിൽ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു 2001 ആ കേസ് നടക്കുന്നതെന്ന് തോന്നുന്നു. സോ ആ കേസിൽ 2001 1992 തോന്നുന്നു, ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ആ കേസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഡിഫെക്ഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫെക്ഷന്റെ കേസ് പരിഗണിക്കുമ്പോൾ ആരാണ് അവസാന വാക്ക്? സ്പീക്കർ തന്നെയാണ്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെയാണ് അവസാന വാക്ക്. എന്നിരുന്നാലും സ്പീക്കർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ട്രിബ്യൂണൽ ആയിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സോ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അതിൽ ഇടപെടാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളുടെ ഡിഫെക്ഷൻ ലോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ആർട്ടിക്കിൾ പറയുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ ഇതല്ല, ഡിഫെക്ഷൻ ലോ വന്നത് കാരണം വളരെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം ആ ഒരു കമന്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടിട്ടാണ് നമ്മൾ എന്താണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സാന്താൾ റിബല്ലിയൻ. അതായത് ഈ പെർട്ടിക്കുലർ ന്യൂസിന്റെ ആസ്പദമാക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഓരോ വർഷവും ഈ സാന്താൾ റിബല്ലിയനെ കമമറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സിദ്ധു കൻഹോ എന്ന് പറഞ്ഞ ഒരാളാണ് സാന്താൾ റിബല്ലിയന്റെ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നേതൃനിരയിൽ നിന്ന സാരഥിയായിട്ട് നിന്നത്. സോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഹൾ ദിവസമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. നമ്മളല്ല, പെർട്ടിക്കുലർലി സാന്താൾ കമ്മ്യൂണിറ്റിക്ക് ഒരു പവിത്രമായിട്ടുള്ള ഒരു ദിവസം, അവരുടെ വീരനെ ഓർക്കാനായിട്ടുള്ള ഒരു ദിവസമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഹൾ. ഈ ഹൾ എന്ന് പറഞ്ഞ HUL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല, സാന്താളി ലാംഗ്വേജിൽ, സാന്താളി ഭാഷയിൽ അത് റിവോൾട്ട് എന്നാ പറയുന്നത്. മനസ്സിലായോ? സോ സാന്താൾ റിവോൾട്ടിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്നവരെ അനുസ്മരിക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ് ഹൾ ദിവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ വർഷം പെർട്ടിക്കുലർലി ഈ ഹൾ ദിവസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ജാർഖണ്ഡ് ഏരിയയിലും അതിനോടനുബന്ധപ്പെട്ട് പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടായി. അതായത് അവരുടെ ഒരു കറന്റ്ലി ഒരു കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് കൻഹു മുർമു ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് ഈ സിദ്ധു കൻഹു ആൻഡ് മുർമു, ഇങ്ങനെ 3 പേരാണ് സാന്താൾ റിബല്ലിയന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊമിനന്റ് ലീഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ ഇവരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷന്റെ ആ ആളുകൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ ഹൾ ദിവസം നടക്കുന്ന സ്ഥലത്തേക്കുള്ള എൻട്രി നിഷേധിച്ചു. മനസ്സിലായോ? സോ ഇവരെന്ത് ചെയ്തു? ഇവര് പെർട്ടിക്കുലർലി ഒരു സ്റ്റേജ് അവിടെ ഇറക്ട് ചെയ്തു. രാത്രിയായപ്പോൾ ഇരുട്ട് വീണപ്പോൾ പോലീസുകാർ വീണ്ടും വന്നിട്ട് ഈ സ്റ്റേജ് പൊളിച്ചു മാറ്റി, അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ സംഭവിപ്പിച്ചു. സോ അതൊരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. സോ നമുക്ക് ആ പ്രശ്നം എന്താണെന്നല്ല, പകരം നമുക്ക് ഈ സാന്താൾ റിബല്ലിയൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മനസ്സിലായോ?
അപ്പൊ ഞാൻ പറഞ്ഞു, ആരാണ് ഈ സാന്താൾ റിബല്യന്റെ പിന്നിലുണ്ടായിരുന്നത്? അവർ പെസൻസ് ആണോ ട്രൈബൽസ് ആണോ? സാന്താൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ പോപ്പുലേഷൻ ഉള്ള ഷെഡ്യൂൾഡ് ട്രൈബാണ് സാന്താൽ കമ്മ്യൂണിറ്റി. മനസ്സിലായോ? അവര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ടിൽ, പെർട്ടിക്കുലർലി ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിനോട് ചേർന്നിട്ടാണ്, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. ഈ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും? ജാർഖണ്ഡ്, ബീഹാറിന്റെ കുറച്ച് ഏരിയ, അങ്ങനെ ആ ഒരു പ്രദേശം, അതായത് ഈസ്റ്റേൺ ഏരിയയിലാണ് അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റുവിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് സാന്താൾ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇവര് എന്തിനാണ് റിവോൾട്ട് ചെയ്തത്? ബ്രിട്ടീഷിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ. എല്ലാവരും പണ്ട് ബ്രിട്ടീഷിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. സാന്താൾ കമ്മ്യൂണിറ്റിക്കും അവിടെ ബ്രിട്ടീഷിന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നു. ഏതാണ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന പ്രത്യേക ഭരണപരിഷ്കാരം? ഈ സാന്താൾ കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നു? ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പലരും എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ജം കൾട്ടിവേഷൻ ആയിരുന്നു. എന്താണ് ഈ ജം കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. അതായത് ഒരു സ്ഥലത്ത് അവർ കൃഷി ചെയ്യും, അതായത് കാട് വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷി ചെയ്യും. അവിടെ ഒരു 2 വർഷം കൃഷി ചെയ്തതിന് ശേഷം അവര് ആ ഭൂമി വീണ്ടും ഉപേക്ഷിക്കും. എന്നിട്ട് പുതിയ ഒരു കാട് വെട്ടിത്തെളിക്കും. എന്നിട്ട് അവിടെ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യും. ഇതിനെയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു കൃഷി രീതിയാണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഏർലി പെസൻസും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? സോ അപ്പോ നമ്മൾ ആദ്യം കൃഷി ചെയ്ത സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഇതിനെ വെറുതെ ഇടുന്നു. അവിടെ വീണ്ടും കാട് വളരും, ഫലഭൂവിഷ്ടമായിട്ട് കാട് വളരുകയും മണ്ണിന്റെ ന്യൂട്രിയൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഒരു അവസരത്തിൽ വീണ്ടും അവിടെ ആ കാട് വെട്ടിത്തെളിച്ചിട്ട് വീണ്ടും അവർ കൃഷി ചെയ്യും. മനസ്സിലായി? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ബ്രിട്ടീഷിന്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ ഇത് സംഭവിച്ചു. ഇത് എന്തായിട്ട് തോന്നി? ഡീഫോറസ്റ്റേഷൻ ആയിട്ട് അവർക്ക് തോന്നി. ദെൻ ഇവരിങ്ങനെ മാറി മാറി കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടൊരു സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ടാക്സ് അടക്കില്ല. മനസ്സിലായോ? ബ്രിട്ടീഷുകാർക്ക് ജീവിക്കണമെങ്കിൽ ടാക്സ് വേണം, അത് ഇവർ അടക്കില്ല. സോ അവർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡിഫറെന്റ് ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകൾ. ഏതൊക്കെയായിരുന്നു? റൈറ്റ് വാരി, മഹൽവാരി, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട്, ഇങ്ങനെ 3 പ്രൊമിനന്റ് ആയിട്ടുള്ള ലാൻഡ് സെറ്റിൽമെന്റ് ആക്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1875 പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട് 1895 പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. 75 ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഇവര് ടാക്സ് അടയ്ക്കണം. മനസ്സിലായോ? ഇന്നേ വരെ ഇവര് പൈസ കൈകൊണ്ട് കണ്ടിട്ടില്ലാത്തവരാണ്. സോ ഇവർ റിബല്യൻ ചെയ്യാൻ തുടങ്ങി. ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം മാത്രമാണ്. അത് കൂടാണ്ട് ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട് റിലേറ്റഡ് ടു മണി ലെൻഡേഴ്സിന്റെ പ്രോബ്ലം. അങ്ങനെ ഡിഫറെന്റ് ഇതുണ്ട്. സോ ഇതൊരു ട്രൈബൽ റിബല്യൻ ആണോ അതോ ഒരു പെസന്റ് റിവോൾട്ട് ആണോ? ഇത് മിക്സ്ചർ ഓഫ് ബോത്ത് ആണ്. നമുക്ക് ചില റിബല്യനുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് പെർട്ടിക്കുലർലി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. സാന്താൾ എന്ന് പറയുന്നത് പ്രൊമിനന്റ് ട്രൈബൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സമരത്തിന് വേണ്ടിയിട്ടാണ് 1885 അവര് സമരം ചെയ്യാൻ 1885 അവര് സമരം ചെയ്യാനായിട്ട് തുടങ്ങിയത്. മനസ്സിലായോ? സോ ലാൻഡ് സെറ്റിൽമെന്റ് ആക്ടുകൾ ഉണ്ടാവുന്നു, അവര് നികുതി പിരിക്കാനായിട്ട് തുടങ്ങുന്നു. ലാൻഡ് ലോഡ്, അതായത് പൈസ കണം കൊടുത്തവര് അല്ലെങ്കിൽ നമ്മളുടെ ജന്മികള് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവര് 85 സമരം ആരംഭിക്കുന്നത്. മനസ്സിലായോ? ആരായിരുന്നു ഇതിന്റെ മുന്നിലുണ്ടായിരുന്നത്? 3 പേരാണ്. ഒന്ന് നമ്മളുടെ സിദ്ധു കൻഹോ എന്ന് പറയുന്ന ആള്, ദെൻ മുർമു എന്ന് പറയുന്ന മറ്റൊരു ഒരാൾ. അങ്ങനെ സിദ്ധു, മുർമു ആൻഡ് കൻഹു എന്ന് പറയുന്ന 3 പേരുകളാണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? സോ ഇത് കൂടാണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. സിദ്ധു, കൻഹു ആൻഡ് മുർമു. കൻഹു, മുർമു ഒറ്റ പേരല്ല, 3 പേരുകളുണ്ട്. മനസ്സിലായോ? സിദ്ധു, കൻഹു ആൻഡ് മുർമു. സോ ഇവര് 3 പേരുമാണ് ഇതിനെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇതിനെ പെർട്ടിക്കുലർലി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പെർട്ടിക്കുലർലി ഇതിനെ അടിച്ചമർത്തുകയും
ഇതിനെ വല്ലാതെ ആക്രമിക്കുകയാണ് നമ്മളുടെ ബ്രിട്ടീഷ് സിസ്റ്റം ചെയ്യുകയും പിന്നീട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇവര് ഒരു റിബലിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വർഷം പറഞ്ഞു, നമ്മൾ 1855 എന്ന് പറഞ്ഞു. ആ വർഷം ഇത് കെട്ടടങ്ങി എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? നമ്മളിപ്പോൾ മലബാർ റിബല്യൻ പറയുമ്പോൾ 1836 തുടങ്ങിയ റിബല്യൻ 1924 തുടർന്നു. അതായത് 100 വർഷത്തോളം ആ റിബല്യൻ തുടർന്നു. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് വരും. അങ്ങനെ എപ്പോഴാണോ ഇവർക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ ഇവർ ചെയ്യുന്നു. പ്രൊമിനന്റ് ആയിട്ട് നടന്ന കാലം ഏതാണ്? 1855 1855 മുതലാണ്. കാരണം എന്തായിരുന്നു? പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട് ഉൾപ്പെടെയുള്ള ഡിഫറന്റ് കാര്യങ്ങൾ 1793 92 ഇൻട്രൊഡ്യൂസ് ചെയ്ത പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്ട് ഉൾപ്പെടെയുള്ള ഡിഫറന്റ് കാര്യങ്ങൾ കൊണ്ടാണ് ഇവര് ഈ സമരം നടത്തിയത്. ആരാണ് സമരത്തിന്റെ വീര നേതാക്കളായിട്ടുണ്ടായിരുന്നത്? സിദ്ധോ. ഒറ്റ പേരോർക്കുക, സിദ്ധാർത്ഥ്. ഇപ്പൊ പറയുന്നത് നമ്മൾ സിദ്ധാർത്ഥ് എന്ന് പറയില്ലേ, അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. സിദ്ധോ, കൻഹോ ആൻഡ് മുർമു. അങ്ങനെ 3 പേരുകളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? സോ ഇവരെ അടിച്ചമർത്തി, പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ. GST. ഇന്ന് GST ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 8 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് GSTയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സോ നമുക്ക് GST എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ GSTയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മറന്നു കാണാൻ വഴിയുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പൊടി തട്ടിയെടുക്കാം. എന്താണ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എന്താണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തല്ല, പകരം എത്തി നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവസാനത്തെ പോയിന്റ് ആണല്ലോ, അവിടെയാണ് അത് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കാറ് ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വിറ്റഴിക്കുന്നത് കേരളത്തിലെ മാത്യു പോൾ എന്ന് പറയുന്ന ഒരാളിനാണ്. മനസ്സിലായോ? സോ അത് മാത്യു പോൾ, അതായത് കേരളത്തിലാണ് അത് ടാക്സബിൾ ആയിട്ടുള്ളത്. അല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൽഹിയിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. മനസ്സിലായോ? അതിനെയാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ദെൻ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എല്ലാവർക്കും അറിയാം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്. പിന്നെ ഞാൻ പഠിപ്പിച്ച കാര്യം എന്താണ്? ഏത് അമെന്റ്മെന്റ് വഴിയാണ് അത് കൊണ്ടുവന്നത്? ഏത് അമെന്റ്മെന്റ് ആയിരുന്നു? ഓർത്തെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അമെന്റ്മെന്റിലൂടെയാണ് 2016 GST ഇംപ്ലിമെന്റ് ചെയ്തത്. 101ാമത്തെ ഭരണഘടനയുടെ 101 അമെന്റ്മെന്റ് പ്രകാരമാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. എന്തിനാണ് ഈ GST ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുന്നത്? ഇവന്മാർക്ക് എന്താണ് ഭ്രാന്തം? സിംപിളി, അതായത് GST എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പെസിഫിക്കും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടാക്സുകളാണ്. സിംപിളി ഒരു ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു പുതിയ ടാക്സ് അല്ലെങ്കിൽ ഒരു പുതിയ നിയമം വരുത്താനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ GSTക്ക് എന്താണ്? GST ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? സ്റ്റേറ്റിന്റെ കാരണം ഇപ്പോൾ ഒരുപാട് ടാക്സുകൾ, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടാക്സുകൾ ഉണ്ട്, സെന്റർ ചുമത്തുന്ന ടാക്സുകളുണ്ട്. ഇങ്ങനെ രണ്ടുപേരും ചുമത്തുന്ന ടാക്സുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ പേരിൽ അറിയപ്പെടുകയാണ് വൺ ഇന്ത്യ, വൺ നേഷൻ, വൺ ടാക്സേഷൻ. അതാണല്ലോ പോളിസി. സോ ഡിഫറെന്റ് ടാക്സുകൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്റ്റേറ്റ് സബ്ജക്റ്റിലും യൂണിയൻ സബ്ജക്റ്റിലുമുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമെന്റ് ചെയ്തത്. മനസ്സിലായോ? നോർമലി ഒരു ലോ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പുതിയ ലോ ആയിട്ട് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത ആക്ട്, അങ്ങനെ ഒരു ആക്ട് വന്നാൽ മതി. മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അതിന് വരുത്തണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വരുത്തുന്നത് ഏത് ആർട്ടിക്കിൾ വഴിയാണ്? പറഞ്ഞു പോയ വഴിക്ക് ഞാൻ പറയാണ്, 368 ആർട്ടിക്കിൾ 368. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പൊളിറ്റി സെഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരം 101ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് GST ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെന്റേഷനിൽ വന്നതെന്നാണ് 2017 ജൂലൈ 1. ഇന്ന് അതിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. മനസ്സിലായോ? സോ നമുക്ക് ഈ സ്പെസിഫിക് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാനൊന്ന് ഓർമ്മ പുതുക്കിയെന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോയാലോ, അതുകൊണ്ട് ഞാൻ ഓർമ്മ പുതുക്കിയെന്നുള്ളൂ. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിലേക്ക് പോകാം. ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു ടൊബാക്കോയാണ്, അതായത് പുകയില. പുകയില ഉൽപ്പന്നങ്ങൾക്ക് GSTയിൽ എന്ത് സംഭവിക്കുകയാണ്? GST വന്നപ്പോ പുകയില ഉൽപ്പന്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ടാക്സ് കുറഞ്ഞു. മനസ്സിലായോ? അപ്പോ എന്താ സംഭവിക്കുന്നേ? അതൊരു പ്രശ്നമല്ലേ?
സോ സാധാരണ പുകയിലയുടെ പ്രൈസ് കുറഞ്ഞു. നിങ്ങൾ പുകയില ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്, പണ്ട് വാങ്ങിച്ചിരുന്നതിനേക്കാളും ഭയങ്കര വലിയ വില വ്യത്യാസമൊന്നും ഈ പുകയിലയുടെ ഇതിനില്ല. മനസ്സിലായോ? ഇപ്പൊ മദ്യത്തിനാണെങ്കിൽ എങ്ങനെയാണ് 200% അല്ലെങ്കിൽ 400% ടാക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മദ്യത്തെ GSTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? GSTയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മദ്യത്തിന്റെ വില കുറയും. മനസ്സിലായോ? ഡിഫറെന്റ് സെക്ടേഴ്സിലാണ് GST ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? 5% ടാക്സ് ഉണ്ട്, 12% ടാക്സ് ഉണ്ട്, 18% ടാക്സ് ഉണ്ട്, 28% ടാക്സ് ഉണ്ട്. ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ചില ഗുഡ്സുകൾ ഉണ്ട്. ഇപ്പൊ വെജിറ്റബിളിന് ഏതെങ്കിലും GST ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കടയിൽ പോയി വെജിറ്റബിൾ വാങ്ങിക്കുന്നു, അപ്പോൾ കടക്കാരൻ പറയാണ് നിങ്ങളൊരു 5% GST തന്നെ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ GST കാരണം വെജിറ്റബിളിന്റെ പൈസ കൂടി, അല്ലെങ്കിൽ തന്നെ വെജിറ്റബിളിന്റെ പൈസ കൂടുതലാണ്, എന്നാലും GST കാരണം പൈസ കൂടി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ചില എക്സെപ്റ്റഡ് ഗുഡ്സുകൾ ഉണ്ട്. പിന്നെ 5% ടാക്സേഷൻ കൊടുക്കേണ്ട ഗുഡ്സുകളുണ്ട്, 12% ടാക്സേഷൻ കൊടുക്കേണ്ട ഗുഡ്സുകളുണ്ട്, 18% ടാക്സേഷൻ കൊടുക്കേണ്ട ഗുഡ്സുകളുണ്ട്. ദെൻ 28% പറയുമ്പോൾ മോസ്റ്റ്ലി ലക്ഷറി ഐറ്റംസുകളാണ്. മനസ്സിലായോ? നിങ്ങളൊരു ഓഡി കാർ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ കാർ വാങ്ങിക്കുകയാണ്, അപ്പൊ എന്ത് സംഭവിക്കും? 28% GST കൊടുക്കണം. അതുകൂടാണ്ട് ലക്ഷറി ടാക്സുകളും വരും. സോ ഒരു കാർ പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ, ഒരു ലക്ഷറി കാർ വാങ്ങിച്ചു കഴിയുമ്പോൾ 40%, വിലയുടെ 40% ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഇന്ത്യയിൽ. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ചില വീഡിയോസിൽ, യൂട്യൂബ് ഷോർട്സിൽ പറയുന്നുണ്ടാവും, ദുബായിൽ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് 1 കോടി രൂപ, ഇന്ത്യയിൽ അത് വാങ്ങുമ്പോൾ 2.5 കോടി രൂപ. എന്താണ് അതിന് കാരണം? ഈ ഇതുപോലെയുള്ള ലോസ് ആണ്, അല്ലെങ്കിൽ ടാക്സ് അധികമാണ്. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വലേറം ടാക്സ് ആണ്. കാരണം വാല്യൂവിനനുസരിച്ചാണ് നമ്മൾ ടാക്സ് ചെയ്തിരിക്കുന്നത്. ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ അഡ്വലേറമായിട്ടാണ് നമ്മൾ ടാക്സ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ടുബാക്കോയുടെ കേസിൽ എന്ത് സംഭവിച്ചു? ടുബാക്കോയുടെ കേസിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടുബാക്കോയുടെ മുന്നേ ഉണ്ടായിരുന്ന ടാക്സിൽ നിന്ന് അതിന്റെ ടാക്സേഷൻ കുറഞ്ഞു. മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1%, അല്ലെങ്കിൽ ഒരു 2%, BDയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഒരു 2%, നമ്മളുടെ ടാക്സേഷൻ എത്തി. സോ അത് എന്ത് സംഭവിച്ചു? ടുബാക്കോയുടെ കൺസപ്ഷൻസ് കൂട്ടാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? സോ ടുബാക്കോയുടെ കൺസപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ ഈ ആർട്ടിക്കിളിൽ പ്രത്യേകം പറയുന്നുണ്ട്, GST റവന്യൂ എന്ന് പറയുന്നത് 551 ബില്യൺ ആണ് റുപ്പീസ്. 51 ബില്യൺ റുപ്പീസ് ആണ്, ബില്യൺ ക്രോർ റുപ്പീസ് ആണ് എന്ത്? GST റവന്യൂ. അതായത് നമ്മളുടെ ടുബാക്കോയിൽ നിന്ന് മാത്രം നമുക്ക് സർക്കാരിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ GDPയുടെ 1.4% നമുക്ക് ഈ ടുബാക്കോ കൺസപ്ഷനിലൂടെ ലോസ് ആവുകയാണ്. അതെങ്ങനെയാണ് ഈ GDPയുടെ 1.4% ഇയാൾക്ക് കൃത്യമായിട്ട് ഇത് കണക്കാക്കിയത്? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പുകവലി കൊണ്ടുള്ള രോഗങ്ങളുടെ എണ്ണമെടുക്കും, പുകവലി കൊണ്ടുള്ള മരണങ്ങളുടെ എണ്ണമെടുക്കും. മനസ്സിലായോ? അതുവഴി അവർക്ക് നഷ്ടപ്പെട്ട വർക്കിംഗ് അവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കോംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ടാണ് എക്കണോമിക്സിൽ ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസംഷനുകളിലേക്ക് എത്തുന്നത്. സോ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസംഷനിലൂടെ നമ്മൾ എത്തിയത് എങ്ങനെയാണ്? 1.4% ഓഫ് ദി GDP എന്ത് പോകുന്നതാണ്? നമുക്ക് ബേർഡൻ ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ലോസ് ആയിട്ട് മാറുകയാണ്. ഏതാണ്ട് 2340 ബില്യൺ എന്ത് സംഭവിക്കുന്നു? 2340 ബില്യൺ ക്രോസ് നമുക്ക് നഷ്ടം വരികയാണ്. ഏതാണ്ട് നമുക്ക് കിട്ടുന്ന റവന്യൂവിന്റെ 4-5 ഇരട്ടി നമുക്ക് നഷ്ടം വരികയാണ്. സോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടാക്സ്, എന്തിന്റെ ടാക്സ്? ടുബാക്കോയുടെ ടാക്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കണം. മനസ്സിലായോ? GDP ഒരു അഡ്വലേറം ടാക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടാക്സേഷൻ ഉണ്ട്. എന്തിന്? ടുബാക്കോക്ക്. അത് ഏകദേശം ഒരു 75% ടാക്സേഷൻ വെക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പെർസെന്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ മാക്സിമം പോകുന്നത് എത്രയാണ്? ഒരു 18%-ലേക്കൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അത്രയും നമ്മൾ എത്തിയിട്ടുള്ളൂ. സോ അത് പോരാ. പകരം എന്ത് ചെയ്യണം? പകരം അതൊരു 75%, അതായത് GSTയിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് ഒരു ഹൈ സ്ലാബിലേക്ക്
അതിനെ കൊണ്ടുവരണം. അതിന് കാരണം എന്താണ്? ഇന്ത്യയിലെ പുരുഷന്മാരില് 28% പേരും ടുബാക്കോ യൂസ് ചെയ്യുന്നവരാണ്. കുട്ടികളിലോ 13 മുതൽ 15 വയസ്സ് വരെയുള്ളവര്, അവര് യൂത്ത് ഒന്നുമല്ല, കുട്ടികളാണ്. കുട്ടികളിൽ 8.5% ആളുകളും പുകയില യൂസ് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ഇന്ത്യയില് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ആണ് ലോകത്തിലെ. ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ശരി, സമ്മതിച്ചു. എന്നാലും ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ആണ് ഈ പുകയില വലിക്കുന്ന ഇന്ത്യ. സോ നമുക്ക് എന്ത് സംഭവിക്കുന്നു? 1.4% ഓഫ് GDP-യുടെ ലോസ് അവിടെ സംഭവിക്കുകയാണ്. അതായത് പുക വലിക്കാത്ത ഒരു ഇന്ത്യൻ സമൂഹമായിരുന്നെങ്കിൽ നമുക്ക് 1.4% GDP അധികം കൂടിയാനേ. മനസ്സിലായോ? ഇന്ത്യയിൽ എല്ലാവരും പുകവലി നിർത്തി അപ്പോ നമുക്ക് GDP ഒരു 1.4% കൂടാനായിട്ട് സാധിക്കും. മനസ്സിലായോ? നമുക്ക് വരുന്ന റവന്യൂ നഷ്ടം എത്രയായിരിക്കും? സർക്കാരിന് റവന്യൂ കിട്ടില്ലല്ലോ. 551 ബില്യൺ കൊറോർസ് മാത്രമേ അവർക്ക് കിട്ടാതെ വരുള്ളൂ. മനസ്സിലായോ? സോ പുക വലിക്കാതിരിക്കുന്നതാണ് നമുക്ക് ലാഭമെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 75% ആണ് ടാക്സേഷൻ. മനസ്സിലായോ? സോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നാണ് നമ്മളുടെ ഈ ആർട്ടിക്കിൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇപ്പോ ടുബാക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ടാക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് മാർക്കറ്റിൽ പുകയില വിൽക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഇതിന്റെ ഡിമാൻഡ് കുറയുന്നില്ല. അത് ശരിക്കും കള്ളത്തരമാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. കാരണം പുകയിലയുടെ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പുകയില വാങ്ങിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നുണ്ട്. മനസ്സിലായോ? ക്രമാനുഗമമായിട്ട് കുറയുന്നുണ്ട്. മനസ്സിലായോ? സാധാരണക്കാര് പുകയില വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നു. ഒരു പാക്കറ്റ് വലിച്ചിരുന്നവൻ ചിലപ്പോൾ 2 ബീഡി കുറ്റിയിലേക്ക് ചുരുങ്ങുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ 2 സിഗരറ്റിലേക്ക് ചുരുങ്ങുന്നു. മനസ്സിലായോ? സോ ടാക്സേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾ സ്പെസിഫിക്കലി എടുത്തു പറയുന്നത്. ഈ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളിൽ പുതുതായിട്ട് വരുന്ന ആസ്പിരന്റ് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. 2 സ്പെസിഫിക് ടേമുകളിലാണ്. അത് ഏതൊക്കെയാണ് ടേം? ഒന്ന്, അഡ് വൊലേറം ടാക്സ് എന്താണ്? ഇല്ലേ? സംശയം വന്നിട്ടില്ല ആർക്കെങ്കിലും? 2, കാസ്കേഡിംഗ് എഫക്റ്റ് ആണ്. ഈ 2 ടെക്നിക്കൽ ടേംസും എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മുന്നേ അഡ് വൊലേറം ടാക്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. അഡ് വൊലേറം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡ് ആണ്. അഡ് വൊലേറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? വാല്യൂവിന്റെ ബേസിസിലാണ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂവിന്റെ ബേസിസ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഇത്ര പെർസെന്റേജ് ആണ് ടാക്സ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അല്ലാണ്ട് ക്വാണ്ടിറ്റിയുടെ ബേസിസിലല്ല. മനസ്സിലായോ? ചിലത് ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ പറയും. ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇത്ര പ്രൊഡക്റ്റ് വരെ ഇത്ര ടാക്സ്. അതായത് നിങ്ങൾ 100 പുകയില ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു 10% ടാക്സ്. അല്ലെങ്കിൽ നിങ്ങളൊരു 1000 പുകയില ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ 1000 കിലോയാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് അതിന് 20% ടാക്സ്. അങ്ങനെ ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ ടാക്സ് ചെയ്യുന്നതിനെ പറയുന്നതാണ് സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നത്. അഡ് വൊലേറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി അല്ല, വാല്യൂവിന്റെ ബേസിസിൽ. നിങ്ങൾ 10 മാഗി നൂഡിൽസ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും 100 മാഗി നൂഡിൽസ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈക്വൽ അല്ലേ ടാക്സ് കൊടുക്കുന്നത്? ഇതിന്റെ അനുസരിച്ചല്ലേ ടാക്സ് കൊടുക്കുന്നത്? വാല്യൂവിന് അനുസരിച്ചല്ലേ? അതായത് 10 രൂപയുടെ 10 പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും 100 പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരേ രീതിയിലല്ലേ കൊടുക്കുന്നത്? മനസ്സിലായോ? നിങ്ങളിപ്പോ കടയിൽ പോയിട്ട് 10 മാഗി നൂഡിൽസ് വാങ്ങിച്ചു, 10 മാഗി നൂഡിൽസിന്റെ പാക്കറ്റ് വാങ്ങിച്ചു. അതിന് എത്രയാണ്? ഒരു ഫിക്സഡ് ടാക്സ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണോ, 10 രൂപയുടെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചുള്ള ടാക്സ് ആണ്. മനസ്സിലായോ? നിങ്ങളൊരു 300 മാഗി നൂഡിൽസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ന് അഡീഷണൽ ആയോ, നിങ്ങൾ 300 എണ്ണം വാങ്ങിച്ചല്ലോ, അപ്പൊ അത് കാരണം ഒരു അഡീഷണൽ ടാക്സ് കൊടുക്കേണ്ടി വരാറുണ്ടോ? ഇല്ല. വാല്യൂവിനനുസരിച്ചാണ് അവിടെ ടാക്സ് വരുന്നത്. അതായത് നമ്മളുടെ പ്രൈസിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടാണ് നോർമലി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് ടാക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസിസിലുള്ള ടാക്സ് പറയുന്നത് എങ്ങനെയാണ്? അത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ്. നിങ്ങൾ 10 സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയായിരിക്കാം. 10 സിഗരറ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയായിരിക്കാം. അത് 1000 എണ്ണം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10% എന്നുള്ളത് 20% ആയിട്ട് മാറാം. മനസ്സിലായോ? ഞാൻ സിഗരറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്പെസിഫിക് ടാക്സുകളുടെ എക്സാമ്പിൾ നോർമലി കുറവുകളാണ്. സോ അഡ് വൊലേറം ടാക്സ്, GST ഒരു അഡ് വൊലേറം ടാക്സ് ആണ്, വാല്യൂവിനനുസരിച്ചാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ
ടുബാക്കോ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രൈസ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കേണ്ടി വരും. അത് മാറ്റണം. മനസ്സിലായോ? ടുബാക്കോയ്ക്ക് സ്പെസിഫിക് ടാക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. GST ഇൻക്ലൂഡഡ് ആണെങ്കിലും ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് കൊണ്ടുവരണം. ചില പ്രൊഡക്റ്റുകൾക്ക് റിഗ്രസീവ് ടാക്സേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു ഡീലിമിറ്റിംഗ് ടാക്സേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ടുബാക്കോയുടെ യൂസ് കുറയുള്ളൂ എന്നാണ് നമ്മളുടെ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു കാര്യം ഈസ് റിലേറ്റഡ് ടു കാസ്കേഡിംഗ് എഫക്ട്. എന്താണ് ഈ കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റിന് ഡിഫറൻറ്റ് ടാക്സുകൾ വരുന്നതിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നു, മാനുഫാക്ചറിങ്ങിന്റെ സമയത്ത് എന്തുണ്ട്? ഒരു ടാക്സ് കൊടുക്കുന്നു. അതിന് റോ മെറ്റീരിയൽസിന് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നു. മനസ്സിലായോ? അതിനുശേഷം അതിന് ഒരു സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരു ടാക്സ് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിന് മറ്റൊരു ടാക്സ് കൊടുക്കുന്നു. അത് അവിടെയും ടാക്സ് തീരുന്നില്ല. അത് നിങ്ങൾ റോഡിലേക്ക് ഇറക്കുമ്പോൾ, ഒരു കാർ ആകുമ്പോൾ, കാർ റോഡിലേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അതിന് ടാക്സ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന് തന്നെ ഡിഫറൻറ്റ് ടാക്സുകൾ കൊടുക്കുന്നതിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് അല്ലെങ്കിൽ ടാക്സ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റിന് തന്നെ നിരവധി ടാക്സുകൾ കൊടുക്കുന്നതിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. സോ GST ടാക്സ് കാസ്കേഡിംഗ് കുറയ്ക്കുന്നുണ്ടോ? രണ്ട് രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്നാമത്, ഒരുപാട് ടാക്സുകളെ ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റുന്നുണ്ട്. അത് മാത്രമാണോ ടാക്സ് കാസ്കേഡിംഗ് കുറയ്ക്കുന്നത്? അല്ല. ഇപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്, കാർ മാനുഫാക്ചറിങ് ചെയ്യുകയാണ്. കാർ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ എനിക്ക് മെറ്റൽ വേണം, കാറിന്റെ ബോഡി നിർമ്മിക്കാനായിട്ട് മെറ്റൽ വേണം. അപ്പോൾ മെറ്റൽ ഞാൻ വാങ്ങിക്കുകയാണ്. ഞാനൊരു എന്റർപ്രണർ ആണ്. ഞാൻ മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി നടത്തുകയാണ്. കമ്പനി മെറ്റൽ വാങ്ങുകയാണ്. മെറ്റൽ വാങ്ങുമ്പോൾ ഞാൻ GST കൊടുക്കണമല്ലോ? കൊടുക്കണം. മെറ്റൽ ഒരു ഗുഡ് അല്ലേ? കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ കാറ് പുറപ്പെടുവിക്കും. കാർ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കാർ പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനലി മാർക്കറ്റിൽ കൊടുക്കും. മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ വേറൊരാൾ വാങ്ങുകയാണ്. നിങ്ങൾ കാറ് വാങ്ങുക, എൻ്റെ കയ്യിൽ നിന്ന് കാറ് വാങ്ങും, മഹീന്ദ്ര കമ്പനിയുടെ കാറ് വാങ്ങുമ്പോൾ നിങ്ങളും ടാക്സ് കൊടുക്കും. ഇതിപ്പോൾ രണ്ട് ടാക്സ് ആയില്ലേ? അപ്പൊ കാസ്കേഡിംഗ് എഫക്റ്റ് ആയില്ലേ? കാസ്കേഡിംഗ് എഫക്റ്റ് ആയി. ഈ കാസ്കേഡിംഗ് എഫക്റ്റും GST റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന മെക്കാനിസത്തിലൂടെ. മനസ്സിലായോ? ആ ടാക്സ് കെയറിംഗ് എഫക്റ്റും ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഡിഫറെന്റ് ടാക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ആ എഫക്റ്റും GST റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലൂടെ. അതായത് ഞാൻ റോ മെറ്റീരിയൽ ആയിട്ടുള്ള നമ്മളുടെ മെറ്റൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ടാക്സ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ആ ടാക്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ടാക്സ് നിങ്ങളുടെ ജനങ്ങളിലേക്ക് തരുന്നത്. മനസ്സിലായോ? അതിന് പറയുന്ന മെക്കാനിസത്തിന്റെ പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചതിന് ഞാൻ ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു തന്നെ. മനസ്സിലായോ? ഞാനത് സെൽഫ് കൺസ്യൂമിങ്ങിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്. ഞാൻ കാർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചത്. സോ ആ ടാക്സ് എനിക്ക് തിരിച്ചു തരണം. അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് ക്രെഡിറ്റ്സ് മെക്കാനിസം ചെയ്തു പോകുന്നതിന്റെ ഒരു മെക്കാനിസമാണ്. അതായത് ക്രെഡിറ്റ്സ് ബാലൻസ് ചെയ്ത് പോകും. അതായത് നമുക്ക് എത്രയാണോ തിരിച്ചു തരാനായിട്ടുള്ളത് അത് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. അതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ GST ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ഉള്ള ഒരു കാര്യമാണ്, അല്ല എന്ന് പറയുന്നില്ല. സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്, GST അവോയ്ഡ് ഓൾ ടാക്സ് കാസ്കേഡിംഗ് എഫക്ട്സ്, അല്ലെങ്കിൽ GST അവോയ്ഡ് ഓൾ ടാക്സ് കാസ്കേഡിംഗ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പ്രിലിംസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? കാസ്കേഡിംഗ് എഫക്ട് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിയിടരുത്. എല്ലാ ടാക്സ് കാസ്കേഡിങ്ങുകളും അവിടെ കൊടുക്കുന്നില്ല. മനസ്സിലായോ? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, സിഗ്നിഫിക്കന്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാ ടാക്സുകൾക്കും നോർമലി കാസ്കേഡിംഗ് എഫക്ട് നിലനിർത്താനായിട്ട് പറ്റില്ല. മീൻസ് കാസ്കേഡിംഗ് എഫക്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഫുള്ളി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം മനസ്സിലോർക്കുക. അഡ്വലേറം ടാക്സ്, ദെൻ എന്താണ് കാസ്കേഡിംഗ് എഫക്ട്, കാസ്കേഡിംഗ് ടാക്സ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ആണ്. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ആണ്. അതായത് നമ്മളുടെ റാഡ എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ,
ദ പ്രീമിയം ബ്രാൻഡ് റാഡയുടെ ഒരു കണ്ണടയൊക്കെ ഉണ്ട്. അവര് നമ്മളുടെ ഇന്ത്യൻ കോലാപുരി ചപ്പൽസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ ഇരിക്കുന്ന ഇതിൽ ഫോട്ടോ ഉണ്ടോ എന്ന് അറിയില്ല. ഇതേപോലെയല്ല. കോലാപുരി ചപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു തനതായിട്ടുള്ള ഒരു ചപ്പലാണ് ഈ കോലാപുരി ചപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിന് സമാനമായിട്ട് ഒരു ഫുഡ് വെയർ അവർ ലോഞ്ച് ചെയ്യാണ്, റാഡ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനി. സോ ഈ കോലാപൂരി ചപ്പൽസിന് ഇന്ത്യയിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ഉണ്ട്. മനസ്സിലായോ? ജിയോഗ്രഫിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ കോലാപൂരി ചപ്പൽസ് എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ ഒരു ലീഗാലിറ്റി ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ടാക്സ് ആണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. സോ ഇതൊരു സിഗ്നേച്ചർ പോലെയാണ്. ഞാൻ ബാങ്കിൽ ചെക്ക് ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒതന്റിക്കേറ്റ്, അതായത് എന്റെ ആണെന്നത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്റെ ഒപ്പ് വഴിയാണ്, സൈൻ വഴിയാണ്. സോ അതേപോലെ പ്രൊഡക്റ്റിന്റെ ഒരു സൈൻ ആണ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ആണ് എന്ത്? ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. സോ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രൊഡക്റ്റിന്റെ ഒതന്റിസിറ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? സോ ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ചിലപ്പോൾ എപ്പോഴും വാർത്തയിൽ വരാറുണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർത്തയിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റും ആ ഒരു ഏരിയയും നമ്മൾ നോക്കണം. അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഇവിടെ നമ്മളൊരു ലീഗാലിറ്റിയുടെ സൈഡ് കൂടി നോക്കുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ? കേരളത്തിൽ പറഞ്ഞു തുടങ്ങും. ആറന്മുള കണ്ണാടി, അതിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉണ്ട്. ദെൻ വേറെ എന്തിനാ ഉള്ളത്? ആലപ്പുഴ കയറിനുണ്ട്. ദെൻ പൊക്കാളി അരിക്കുണ്ട്. പൊക്കാളി അരി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ എറണാകുളം കുട്ടനാട് റീജിയനുകളിലെ കടലോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം അരിയാണ് ഈ പൊക്കാളി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുണ്ട്. ദെൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന 2-3 എക്സാമ്പിളുകൾ ഉണ്ട്. മധുബനി പെയിന്റിങ്സ്, ബീഹാറിലെ മധുബനി പെയിന്റിങ്സ് ഉണ്ട്. ദെൻ ഏത് പെയിന്റിങ്സാ പറഞ്ഞിരിക്കുന്നത്? ദെൻ ചന്ദേരി സാരീസ് എന്ന് പറഞ്ഞ് മധ്യപ്രദേശിലുണ്ട്. പഷ്മിന ഷോൾസ് എന്ന് പറഞ്ഞിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേകമായിട്ട്. കാഞ്ചീപുരം സിൽക്സ്. കേരളത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ തേക്ക് ഹൈ ക്വാളിറ്റി തേക്കാണ്. അതിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ഉണ്ട്. ദെൻ നമ്മളുടെ വെറ്റിലൊക്കെ ഉണ്ട്. തിരൂർ വെറ്റിലയാണെന്ന് തോന്നുന്നു. തിരൂർ വെറ്റില എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉണ്ട്. അങ്ങനെ 350ഓളം 400ഓളം പ്രൊഡക്ട്സ് അക്രോസ് ഓൾ ഇന്ത്യ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ് ഉണ്ട്. മനസ്സിലായോ? സോ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങളുടെ ജിയോഗ്രഫിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഉൽപ്പാദിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് ടാഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വെച്ചിട്ട് ടാഗ് ചെയ്യാൻ പറ്റും. സോ അതെന്ത് ചെയ്യും? അത് പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ? അത് സാധാരണ ആളുകളായിരിക്കും. ഇപ്പോൾ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ വീട്ടിലുണ്ടോ ആറന്മുള കണ്ണാടി? എന്റെ വീട്ടിലില്ല. സാധാരണക്കാരുടെ വീടുകളിലൊന്നും ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ളവരുണ്ടാവാം. സോ അതിന്റെ ആവശ്യം, അതിന്റെ ഒരു ലഭ്യതയുടെ ഒരു ഉപയോഗം കഴിഞ്ഞു. കാരണം അതിലും ക്ലിയറും ക്ലിസ്റ്ററുമായിട്ട് വില കുറഞ്ഞുള്ള ആറന്മുള സാധാ കണ്ണാടികള് മിറേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. മനസ്സിലായോ? പക്ഷേ അതൊരു ട്രെൻഡായിട്ട് വരാം. മനസ്സിലായോ? സാധാരണ ആളുകൾക്ക്, അത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുകൾ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ റാഡ ഇങ്ങനെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാണ്. എന്ത്? ഈ കോലാപുരി ചപ്പൽസ് എന്ന് പറയുന്ന ഫുഡ് വെയേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവര് ഇന്ത്യയിലെ കോലാപുരി മേക്കേഴ്സ്, അവര് സാധാരണക്കാരായ ആളുകളാണ്. കോർപ്പറേറ്റിനോട് കിടപിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരില്ല. അവരുടെ പ്രൊഡക്റ്റുകൾക്ക്, അവരുടെ മാർക്കറ്റിംഗ് ടെക്നോളജികൾക്ക് അത്രയും എക്സ്പാൻഷൻ കിട്ടിയെന്ന് വരില്ല. സോ അവര് അതിനെ കോപ്പി ചെയ്തു എന്നാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണം. മനസ്സിലായോ? സോ അതിന്റെ ബേസിസിൽ ഇതിന്റെ ലീഗാലിറ്റിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ഏത് ബേസിസിലാണ്, അതായത് ഏത് ലെജിസ്ലേഷന്റെ ബേസിസിലാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കുന്നത്? 1999 ഒരു ആക്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുകൾ ഇന്ത്യയിൽ കൊടുക്കുന്നത്. മനസ്സിലായോ?
1983 പാരീസ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ മിസ്റ്റേക്ക് ആണ്, 1983 എന്നാണ് പാരീസ് കൺവെൻഷന്റെ ഡേറ്റ് വരുന്നത്. 1983 ഒരു പാരീസ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ പ്രൈവസി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കോപ്പി റൈറ്റ്സുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പാരീസ് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോകത്തിലെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസിന് ഒരു സെക്യൂരിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മളുടെ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നുള്ളതിന്റെ ആദ്യ രൂപം വരുന്നത്. അതിനുശേഷം ട്രിപ്സ് വരികയാണ്. ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കാരണമായിട്ടുള്ള 2 എഗ്രിമെന്റുകളിൽ ഒന്നാണ് ഈ ട്രിപ്സ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്, 1995 പ്രമാണിച്ച്. മനസ്സിലായോ? അതിനുശേഷം എന്ത് സംഭവിക്കുകയാണ്? അതിനുശേഷം ഇന്ത്യയിൽ 1999 ഒരു ആക്ട് പാസ്സാവുകയാണ്. ആ ആക്ടിന്റെ കീഴിലാണ് GI ഓഫ് ഗുഡ്സ് ആക്ട് 1999. മനസ്സിലായോ? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് ആക്ട് 1999 പ്രമാണിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കുന്നത്. മനസ്സിലായോ? സോ ആലോചിക്കുക, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുക. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് 1999 പ്രമാണിച്ചിട്ടാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ഒരു ആക്ടിന് എവിടം വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ലോകത്തിലെ മുഴുവനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. റാഡ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. മനസ്സിലായോ? സോ റാഡയ്ക്ക് എതിരെയുള്ള കേസ് നമുക്ക് നടത്താനായിട്ട് പറ്റൂ? ഇല്ല. നോർമലി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ആക്ട് ആണ്. മനസ്സിലായോ? സോ ഒരു ഇന്റർനാഷണൽ കൊളാബറേഷന് വേണ്ടിയിട്ട് അവർക്കത് പറ്റില്ല. മനസ്സിലായോ? ഒരു ഇന്റർനാഷണൽ കൊളാബറേഷന് വേണ്ടിയിട്ട് അതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധ്യമാവണമെന്നില്ല. ഓക്കെ, സോ അതാണ് ഒരു ചലഞ്ചസ് ആയിട്ട് ഈ ആക്ടിൽ വരുന്നത്. ഒരു വേൾഡ് സ്പെസിഫിക് ആയിട്ട് ഒരു ആക്ട് ഇല്ല. ഇപ്പൊ ട്രിപ്സ് എഗ്രിമെന്റിലും പാരീസ് കൺവെൻഷനിലും പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റെഗുലേഷനോ നമുക്കില്ല. സോ അത് കാരണം മൾട്ടിനാഷണൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പീക്കിലാണ് ഗ്ലോബലൈസേഷൻ നിൽക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എന്ത് വേണം? ലീഗൽ ഫ്രെയിം വർക്ക് നമുക്ക് വേണം. ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് 1999 പ്രത്യേകത എന്താണ്? അത് ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. മനസ്സിലായോ? സോ അതിന്റെ ലീഗാലിറ്റിക്ക് ഒരുപാട് ബാക്ക് ഫയർ അല്ലെങ്കിൽ ലൂപ്പ് ഹോളുകൾ ഉണ്ട്. സോ അത് നമ്മളുടെ ഈ പ്രശ്നത്തെ വൈഡൻ ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു മോറൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇപ്പൊ റാഡ അത് കോപ്പി അടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഒരു നെഗറ്റീവ് റിമാർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായോ? സോ ഇത് 2 രീതിയിൽ ഒരു പബ്ലിസിറ്റി കിട്ടാനായിട്ട് നമ്മളുടെ ജിയോഗ്രഫിക്കൽ ടാഗുകൾക്ക് പബ്ലിസിറ്റി കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 2 രീതിയിലും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. സോ നമ്മൾ ഇതിന്റെ ലീഗാലിറ്റി ആണ് നോക്കിയത്. ദെൻ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നത് കൂടി നോക്കി. ഇതാണ് നമ്മളുടെ 5th and the last article related to the daily news analysis. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് കുറച്ച് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിരുന്നു. ഇന്ന് നമ്മളുടെ GST ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 8 വർഷം പൂർത്തിയായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ GSTയെ കുറിച്ചിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ആയി കഴിഞ്ഞാലും ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആയി കഴിഞ്ഞാലും ആർട്ടിക്കിളുകൾ പലത് വന്നിട്ടുണ്ട്. സോ ടൈം കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇന്ന് സ്പെസിഫിക് ആയിട്ട് സാന്റാൾ റിബല്യനെ കുറിച്ചിട്ട് ഈ ദിവസങ്ങളിൽ ഇനിയും വാർത്തകൾ വരാം. ദെൻ നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ട വാർത്ത എന്തായിരുന്നു? യൂണിയൻ കാർബൈഡിനെ കുറിച്ചിട്ട്, അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ കണ്ടു. ദെൻ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത പൊളിറ്റി പാർട്ട് ഏതാണ്? ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്തേണ്ട ഒരു കാര്യം എന്താണ്? ലക്ഷ്മികാന്ത് എടുക്കുക. നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയിലെ ലക്ഷ്മികാന്ത് എടുത്തിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 400ാമത്തെ പേജിലോ അല്ലെങ്കിൽ 84 85 ചാപ്റ്ററിലാണ് ആന്റി ഡിഫെക്ഷൻ ലോവിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. 7th എഡിഷൻ ആണെങ്കിൽ 85ാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ഇത്ര നേരം നിങ്ങൾ കേട്ടിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു.